മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകളും പ്രകൃതിയുടെ നിശബ്ദമായ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ദൃശ്യമായ ഉദാഹരണമാണ് മധ്യേഷ്യയിലെ ആരൽക്കടൽ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഉൾനാടൻ ജലാശയമായിരുന്ന ഈ മഹാസമുദ്ര തുല്യമായ തടാകം ഇന്ന് വെറുമൊരു ഉപ്പു മരുഭൂമിയായി മാറിയത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളിലൊന്നാണ്. വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ വരുത്തിവെച്ച വിനാശത്തിന്റെ പ്രതീകമായി മാറിയ ഇടത്തുനിന്നും അത്യാധുനിക ശാസ്ത്രത്തിന്റെയും കൂട്ടായ അതിജീവനങ്ങളുടെയും സഹായത്തോടെ പുതിയൊരു ഹരിത വിപ്ലവം ഇവിടെ ജനിക്കുകയാണ്. വറ്റിവരണ്ട ആ കടൽത്തട്ടിൽ ഇന്ന് പച്ച പുതപ്പ് പടരുന്ന കാഴ്ച ഒരേ സമയം ഭയപ്പെടുത്തുന്ന പാഠങ്ങളും അതോടൊപ്പം പ്രത്യാശയുടെ വലിയ സന്ദേശങ്ങളും ലോകത്തിന് നൽകുന്നുണ്ട്. മനുഷ്യന്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികൾ പ്രകൃതിയെ എങ്ങനെ തകർക്കുമെന്നും അതേ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം തകർന്ന ഇടങ്ങളെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്നും ഈ പ്രദേശം നമുക്ക് കാണിച്ചു തരുന്നു. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ വലിയൊരു ചരിത്രമാണ് ആരൽക്കടലിന് പറയാനുള്ളത്. കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഇടയിലായി വ്യാപിച്ചു കിടന്നിരുന്ന ഈ ഭീമൻ ജലാശയം അനേകം സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും ഈ തടാകത്തിന്റെ അതിരുകളില്ലാത്ത വ്യാപ്തിയും ഭംഗിയും കണ്ട് വിസ്മയിച്ചു നിന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കാലത്ത് മധ്യേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ വ്യാപാര മത്സ്യബന്ധന കേന്ദ്രമായിരുന്നു ആരൽക്കടൽ. നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകളും വലിയ കപ്പലുകളും ഇതിൻ്റെ ഓളപ്പരപ്പിലൂടെ നിരന്തരം സഞ്ചരിച്ചിരുന്നു. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതോപാധിയും സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായും ഈ തടാകത്തെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. വർഷത്തിൽ ടൺ കണക്കിന് മത്സ്യങ്ങളാണ് ഇവിടെ നിന്നും കയറ്റി അയച്ചിരുന്നത്. പ്രാദേശിക കാലാവസ്ഥയെ കഠിനമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിച്ച് സന്തുലിതമായി നിലനിർത്തുന്നതിൽ ഈ വൻ ജലാശയം നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ 1960കളിൽ ഈ ജലാശയത്തിന്റെ വിധി പൂർണ്ണമായും തിരുത്തിക്കുറിച്ച പരീക്ഷണങ്ങൾ അരങ്ങേറി. അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികൾ ഈ മേഖലയിൽ വലിയ തോതിൽ വെളുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന പരുത്തി കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി പമീർ, ടിയാൻഷാൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ആരൽക്കടലിന്റെ ജീവനാഡികളായി ഒഴുകിക്കൊണ്ടിരുന്ന അമൂദര്യ, സിർദര്യ എന്നീ പ്രമുഖ നദികളിലെ വെള്ളം വലിയ ജനസേചന കനാലുകൾ വഴി തിരിച്ചുവിട്ടു. പരുത്തി കൃഷിയിലൂടെ വലിയ സാമ്പത്തിക ലാഭവും ആഗോള വിപണിയിൽ മേധാവിത്വവും ലക്ഷ്യമിട്ട ഈ സോവിയറ്റ് പദ്ധതി പ്രകൃതിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെയാണ് തകിടം മറിച്ചത്. നദികളിൽ നിന്നുള്ള ശുദ്ധജലത്തിന്റെ വരവ് കുത്തനെ നിലച്ചതോടെ ആരൽക്കടൽ ക്രമാതീതമായി ചുരുങ്ങാൻ തുടങ്ങി. ഏതാനും ദശകങ്ങൾക്കകം തന്നെ ഈ വൻ തടാകത്തിന്റെ 90% വെള്ളവും വറ്റിവരണ്ട് ഇല്ലാതായി മാറുന്ന ദയനീയ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. കടൽ വറ്റിവരണ്ടതോടെ ആ പ്രദേശം പൂർണ്ണമായും ഒരു ഉപ്പു മരുഭൂമിയായി മാറുകയായിരുന്നു. അതിനെ ശാസ്ത്രലോകം ആരൽക്കം മരുഭൂമി എന്ന് വിളിച്ചു. ഒരു കാലത്ത് വലിയ കപ്പലുകൾ ചെന്നിരുന്ന തുറമുഖങ്ങൾ ഇന്ന് കിലോമീറ്ററുകളോളം അകലെ വരണ്ടുണങ്ങിയ നിലയിലാണ്. കടൽത്തട്ടിൽ ഇന്ന് തുരുമ്പെടുത്ത് കിടക്കുന്ന ഭീമാകാരമായ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. ജനവാസമില്ലാത്ത ഈ ഉപ്പു മരുഭൂമിയിൽ അസ്ഥികൂടങ്ങൾ പോലെ കിടക്കുന്ന ഈ കപ്പലുകൾ ഏതെങ്കിലും ഹൊറർ സിനിമയിലെ ദൃശ്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കൽ ഈ പ്രദേശം സന്ദർശിച്ച ഐക്യരാഷ്ട്രസഭയുടെ മുൻ ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ ഭൂമിയിലെ ഏറ്റവും ഭയാനകമായ പാരിസ്ഥിതിക ദുരന്തങ്ങളിലൊന്ന് എന്നാണ് ആരൽക്കടലിന്റെ അവസ്ഥയെ വിശേഷിപ്പിച്ചത്. കടൽ ഇല്ലാതായതോടെ അവിടുത്തെ സമൃദ്ധമായ മത്സ്യസമ്പത്ത് പൂർണ്ണമായും നശിച്ചു. ലക്ഷക്കണക്കിന് ആളുകളുടെ പരമ്പരാഗത തൊഴിലും ജീവിതവും വഴിമുട്ടി. ആളുകൾ കൂട്ടത്തോടെ ഈ പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നായിരുന്നു. വറ്റിവരണ്ട കടൽത്തട്ടിലെ മണ്ണിൽ പതിറ്റാണ്ടുകളായി കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച DDT ഉൾപ്പെടെയുള്ള മാരകമായ കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും വിഷാംശങ്ങളും കനത്ത ഉപ്പും അടിഞ്ഞുകൂടിയിരുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഈ വിഷലിപ്തമായ പൊടിക്കാറ്റുകൾ കിലോമീറ്ററുകളോളം ദൂരേക്ക് പറന്നുവരികയും അന്തരീക്ഷത്തെ മലിനമാക്കുകയും ചെയ്തു. വർഷം തോറും കോടിക്കണക്കിന് ടൺ വിഷപ്പൊടിയാണ് ഈ പ്രദേശത്ത് നിന്നും കാറ്റിൽ ഉയരുന്നത്. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തെ മാരകമായ വിധത്തിൽ ബാധിച്ചു. ശ്വാസകോശ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ, വിളർച്ച, ശിശുമരണ നിരക്കിലെ വർധനവ് തുടങ്ങിയ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ പടർന്നു പിടിച്ചു. അതോടൊപ്പം ഈ വിഷപ്പൊടി സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ വന്നടിഞ്ഞത് മണ്ണിലെ ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കാർഷിക ഉൽപ്പാദനത്തെയും ജനജീവിതത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി ഈ പ്രദേശം മാറി. ആരൽക്കടലിനെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് പൂർണ്ണമായി തിരികെ കൊണ്ടുവരിക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് ശാസ്ത്രജ്ഞരും ഭരണാധികാരികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദുരന്തം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാനും വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ തടയാനും മനുഷ്യൻ പുതിയൊരു വഴി കണ്ടെത്തി.
കടൽത്തട്ടിലെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും വിഷപ്പൊടി ഉയരുന്ന സാഹചര്യം ഇല്ലാതാക്കാനും വിപുലമായ വനവൽക്കരണ പദ്ധതികൾക്ക് രൂപം നൽകി. ഇതിലേറ്റവും വലിയ മുന്നേറ്റം നടത്തുന്നത് കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനുമാണ്. കസാഖിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വറ്റിവരണ്ട കടൽത്തട്ടിലെ ഏകദേശം 12 ലക്ഷം ഹെക്ടറിലധികം വിസ്തൃതിയുള്ള പ്രദേശത്ത് അവർ വനവൽക്കരണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലാണ് ഈ പദ്ധതി അതിവേഗം വിപുലീകരിച്ചത്. പ്രത്യേകിച്ച് കസാഖിസ്ഥാൻ പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വലിയ തോതിലുള്ള പച്ചത്തുരുത്തുകൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. വനവൽക്കരണ പദ്ധതികൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയുമാണ്. ദശലക്ഷക്കണക്കിന് മരത്തൈകളും ആയിരക്കണക്കിന് ടൺ വിത്തുകളുമാണ് ഈ മണ്ണിൽ വിതച്ചത്. ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗത്തും സമാനമായ രീതിയിൽ വലിയ പ്രദേശങ്ങളിൽ വനവൽക്കരണം പുരോഗമിക്കുന്നുണ്ട്. കടലിന്റെ അലയൊലികൾ ഇല്ലാതായിടത്ത് ഇപ്പോൾ ഹരിതാപമായ മരങ്ങളുടെ ഇലയനക്കങ്ങളാണ് കേൾക്കുന്നത് എന്നത് മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ്. മരുഭൂവൽക്കരണത്തിന്റെ വേഗത കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ അതിസാഹസികമായ പരിസ്ഥിതി പുനരുജ്ജീവന യജ്ഞത്തിന് പിന്നിലെ യഥാർത്ഥ നായകൻ സാക്സോൾ എന്ന മരുഭൂമി സസ്യമാണ്. കടുത്ത വരൾച്ചയെയും മണ്ണിലെ അമിതമായ ഉപ്പിന്റെ അംശത്തെയും പ്രതിരോധിക്കാൻ പ്രത്യേക ശേഷിയുള്ള സസ്യമാണിത്. ഇവയുടെ ആഴത്തിലുള്ള വേരുപടലങ്ങൾ ഭൂമിക്കടിയിലേക്ക് പടർന്നിറങ്ങുകയും ഏകദേശം 12 മീറ്ററോളം തിരശ്ചീനമായി വ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് വറ്റിവരണ്ട കടൽത്തട്ടിലെ ഇളകിക്കിടക്കുന്ന മണലിനെയും ഉപ്പിനെയും ദൃഢമായി പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. ശാസ്ത്രീയമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് നന്നായി വളർന്ന ഒരു സാക്സോൾ മരത്തിന് ഏകദേശം 4 ടണ്ണോളം മണലും ഉപ്പുപൊടിയും കാറ്റിൽ പറന്നുപോകാതെ സംരക്ഷിക്കാൻ സാധിക്കും. ഇത് വിഷപ്പൊടിക്കാറ്റുകളുടെ തീവ്രത ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഈ മരങ്ങളുടെ അതിജീവന നിരക്ക് വളരെ കുറവായിരുന്നു. കഠിനമായ കാലാവസ്ഥയും കുറഞ്ഞ മഴയും കാരണം നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ 30% മാത്രമാണ് അവശേഷിച്ചിരുന്നത്. എന്നാൽ ശാസ്ത്രലോകം ഇതിനൊരു നൂതന പരിഹാരം കണ്ടെത്തി. അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇസ്രയേൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയും സഹകരണത്തോടെ ക്ലോസ്ഡ് റൂട്ട് സിസ്റ്റം എന്ന കണ്ടെയ്നർ അധിഷ്ഠിത തൈ വളർത്തൽ രീതി ഇവിടെ നടപ്പിലാക്കി. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചപ്പോൾ മരങ്ങളുടെ അതിജീവന നിരക്ക് 30% നിന്നും 80 മുതൽ 90% വരെയായി വർദ്ധിച്ചു. ഡ്രോണുകളും പ്രത്യേക വിമാനങ്ങളും ഉപയോഗിച്ചുള്ള വിത്ത് വിതറലും പ്രാദേശിക ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയുള്ള നഴ്സറികളും ഈ പദ്ധതിയുടെ വിജയത്തിന് വലിയ ആക്കം കൂട്ടി. ഈ വനവൽക്കരണ ശ്രമങ്ങൾ കേവലം പൊടിക്കാറ്റുകളെ തടയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് തകർന്നുപോയ ഒരു ആവാസ വ്യവസ്ഥയെ സാവധാനം തിരികെ കൊണ്ടുവരിക കൂടിയാണ് ചെയ്യുന്നത്. മരങ്ങൾ വളർന്നു തുടങ്ങിയതോടെ ഈ പ്രദേശത്തെ മണ്ണിലെ ഘടന മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാലങ്ങളായി ജീവനറ്റ് കിടന്ന മണ്ണിലെ ജൈവാംശം വർദ്ധിക്കുകയും സ്വാഭാവികമായ മണ്ണ് രൂപീകരണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഒരു കാലത്ത് ഈ പ്രദേശം വിട്ടുപോയ പക്ഷികളും വിവിധതരം ഉരകങ്ങളും മരുഭൂമിയിലെ ചെറുകീടങ്ങളും വന്യജീവികളും കൂട്ടത്തോടെ ഇവിടേക്ക് മടങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പുതിയ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയുടെ തുടക്കമാണ്. ഈ ഹരിത മുന്നേറ്റത്തെ കൂടുതൽ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിനായി ആരൽ ഒർമാനി എന്ന പേരിൽ 13 ലക്ഷത്തിലധികം ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു ഭീമൻ സംരക്ഷിത വനമേഖല സ്ഥാപിക്കാൻ കസാഖിസ്ഥാൻ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക സംരക്ഷിത പ്രകൃതിദത്ത മേഖല എന്ന പദവി നൽകുന്നതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും. കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള പ്രാദേശിക സഹകരണത്തോടെ വലിയൊരു ഹരിത മതിലുകളുടെ ശൃംഖല തീർക്കാനും നിലവിൽ വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. ഇത് പ്രാദേശിക ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകാനും കാരണമാകുന്നുണ്ട്. ആരൽ കടലിന്റെ ചരിത്രവും അതിന്റെ ഇന്നത്തെ അവസ്ഥയും മാനവരാശിക്ക് മുന്നിൽ വലിയൊരു പാഠപുസ്തകമാണ്. മനുഷ്യന്റെ സ്വാർത്ഥതയും പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള പ്രവണതയും എത്ര വലിയ വിനാശങ്ങളിലേക്ക് നയിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അവിടുത്തെ ഉപ്പുമരുഭൂമി. അതേസമയം ദീർഘവീക്ഷണത്തോടെയുള്ള കൂട്ടായ ശ്രമങ്ങളും ശാസ്ത്രീയമായ ഇടപെടലുകളുമുണ്ടെങ്കിൽ തകർന്നടിഞ്ഞ ആവാസ വ്യവസ്ഥകളെ പോലും വീണ്ടെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യാശയാണ് അവിടെ തഴച്ചു വളരുന്ന സാക്സോൾ വനങ്ങൾ നമുക്ക് നൽകുന്നത്. ഇന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും മരുഭൂവൽക്കരണവും നേരിടുന്ന അനേകം രാജ്യങ്ങൾക്ക് ആരൽ കടലിലെ ഈ വനവൽക്കരണ മാതൃക ഒരു വലിയ വഴികാട്ടിയാണ്. പ്രകൃതിക്ക് മേൽ അധികാരം സ്ഥാപിക്കാനല്ല, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടതെന്ന വലിയ സന്ദേശം ഈ വറ്റിവരണ്ട കടൽത്തട്ടിലെ പുതിയ വനം ലോകത്തിന് നൽകുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മിയെയും സംരക്ഷിക്കും എന്ന ലളിതമായ സത്യം നാളെയുടെ തലമുറയ്ക്കായി ആരൽ കടൽ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.